ഇന്ന് വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് പാനിലേക്ക് കുരുമുളകും ചെറിയ ജീരകവും അതുപോലെ ഗ്രാമ്പു, ഏലക്കായ, പെരുംജീരകവും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം തേങ്ങയിട്ട് വറുത്തെടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് പാനിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി അത് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ ചിക്കൻ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചാറ് കുറച്ചും കൂടി തിക്കാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്